ട്വിറ്ററിനെതിരെ മെറ്റ അവതരിപ്പിക്കുന്ന പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. ത്രെഡ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആപ്പ് ഇൻസ്റ്റഗ്രാമുമായി ബന്ധിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത്. എഴുത്തിലൂടെ ആശയവിനിമയം നടത്തുന്നതിനുള്ള ആപ്പ് എന്ന നിലയിലാണ് മെറ്റ ഇതിനെ അവതരിപ്പിക്കുന്നത്. ട്വിറ്ററിന് സമാനമായ ഡാഷ്ബോർഡാണ് ത്രെഡ്സിന്. ഒപ്പം സൗജന്യ സേവനമായിരിക്കും ത്രെഡ്സിന്റേത്. ഉപയോക്താക്കൾക്ക് കാണാവുന്ന പോസ്റ്റുകളുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ജനപ്രീതി ത്രെഡ്സിന് പ്രയോജനകരമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ത്രെഡ്സിന്റെ ഇൻസ്റ്റാഗ്രാമുമായി ബന്ധിപ്പിച്ചുള്ള പ്രവർത്തനം ഇൻസ്റ്റാഗ്രാം ഉപയോക്താക്കളിൽ വലിയൊരു ശതമാനത്തെ തുടക്കത്തിൽ തന്നെ ത്രെഡ്സിലേക്ക് കൊണ്ടുപോകാൻ മെറ്റയ്ക്ക് സാധിച്ചേക്കും. അതേസമയം മസ്കും സക്കർബർഗും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിന്റെ ഭാഗമായാണ് മെറ്റ പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. അടുത്തിടെ ട്വിറ്റർ വായിക്കാവുന്ന ട്വീറ്റുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ട്വിറ്ററിനെതിരെ മാസ്റ്റർഡൺ, ട്രംപിന്റെ ദി ട്രൂത്ത് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ട്വിറ്റർ സഹസ്ഥാപകനും മുൻ മേധാവിയുമായ ജാക്ക് ഡോർസിയും ബ്ലൂ സ്കൈ എന്ന പേരിൽ ട്വിറ്ററിനെതിരെ പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.